ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പേര് സുധീഷ് രാഘവൻ. ഇന്ത്യയിലെ നമ്പർ 1 ഓൺലൈൻ ലേണിംഗ് പ്ലാറ്റ്ഫോമായിട്ടുള്ള അൺഅക്കാദമിയിൽ കേരള PSCയുമായി ബന്ധപ്പെട്ട് ക്ലാസ്സുകൾ എടുക്കുന്ന ഒരു വെരിഫൈഡ് എഡ്യൂക്കേറ്ററാണ്. ഈ പ്ലാറ്റ്ഫോമിൽ 37ഓളം കോഴ്സുകളും 550ഓളം ലെസൺസും ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ക്ലാസ്സുകളെല്ലാം തന്നെ നിങ്ങൾക്ക് തികച്ചും സൗജന്യമായിട്ട് ലഭ്യമാവുന്നതാണ്. അതിനുവേണ്ടി പ്ലേ സ്റ്റോറിൽ നിന്നും അൺഅക്കാദമി ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക. അതിനുശേഷം സുധീഷ് രാഘവൻ എന്ന പേരിലുള്ള ഈ പ്രൊഫൈൽ ഒന്ന് ഫോളോ ചെയ്യുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ക്ലാസ്സുകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭ്യമാവും. ഓരോ കോഴ്സുകളും കാണുന്നതോടൊപ്പം തന്നെ റേറ്റ് ചെയ്യാനും റിവ്യൂ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ എല്ലാവരുടെയും വിലപ്പെട്ട സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു. എല്ലാ കൂട്ടുകാർക്കും PSC 360യിലേക്ക് സ്വാഗതം. നമ്മൾ ഈ ക്ലാസ്സിൽ പറയാൻ പോകുന്നത് കേരള ഫാക്ട്സുമായി ബന്ധപ്പെട്ട മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസും അതിൻ്റെ ഷോർട്ട് നോട്ട്സും അടങ്ങിയ ഒരു ക്ലാസ്സാണ്. ഇനി വരാനിരിക്കുന്ന യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റ് പോലെയുള്ള പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന കൂട്ടുകാർക്ക് ഉപകാരപ്പെടും എന്ന് പ്രതീക്ഷിക്കുന്നു. നമുക്ക് ചോദ്യങ്ങളിലേക്ക് പോകാം. ആദ്യത്തെ ചോദ്യം, ദ ഹൈലി റേഡിയേറ്റഡ് പ്ലേസ് ഇൻ കേരള. ഓപ്ഷൻസ്: കരുനാഗപ്പള്ളി, കുണ്ടറ, പുനലൂർ, ചവറ. കേരളത്തിലെ ഏറ്റവും കൂടുതൽ റേഡിയേഷൻ അനുഭവപ്പെടുന്ന പ്രദേശം ഏതാണെന്നാണ് ചോദ്യം. ഹൈലി റേഡിയേറ്റഡ് പ്ലേസ് ഇൻ കേരള. ശരി ഉത്തരം ഓപ്ഷൻ എ, കരുനാഗപ്പള്ളി. കരുനാഗപ്പള്ളിയാണ് ഇവിടെ ശരിയായിട്ടുള്ള ഉത്തരം. കേരളത്തിലെ മാത്രമല്ല, ലോകത്തിലെ തന്നെ ഏറ്റവും റേഡിയേഷൻ അനുഭവപ്പെടുന്ന പ്രദേശങ്ങളിലൊന്നാണ് കൊല്ലം ജില്ലയിലെ കരുനാഗപ്പള്ളി. അത് ഭൂമിശാസ്ത്രപരമായിട്ടുള്ള പ്രത്യേകതകൾ കൊണ്ടും അവിടെയുള്ള ധാതു നിക്ഷേപം കൊണ്ടുമാണെന്നാണ് കരുതപ്പെടുന്നത്. ഇനി മറ്റുള്ള ഓപ്ഷനുകളുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. കുണ്ടറ, കൊല്ലം ജില്ലയിലെ തന്നെ മറ്റൊരു പ്രസിദ്ധമായിട്ടുള്ള പ്രദേശമാണ് കുണ്ടറ. ചൈന ക്ലേ, ചൈനീസ് കളിമണ്ണ് നിക്ഷേപങ്ങൾക്ക് വളരെ പ്രസിദ്ധമാണ്. ചൈനീസ് ക്ലേ എന്നറിയപ്പെടുന്ന ചൈന കളിമണ്ണിൻ്റെ നിക്ഷേപത്തിന് പ്രസിദ്ധമായിട്ടുള്ള സ്ഥലമാണ് കുണ്ടറ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടൊരു വ്യവസായമാണ് ഇവിടെ നിലനിൽക്കുന്നത്. കേരള സിറാമിക്സ് ലിമിറ്റഡ് എന്ന കമ്പനി അവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്. കേരള സിറാമിക്സ് ലിമിറ്റഡിൻ്റെ ആസ്ഥാനം എവിടെ എന്ന് ചോദ്യം വരാറുണ്ട്. അതും ശ്രദ്ധിക്കുക. കുണ്ടറയിലാണത്, കൊല്ലം ജില്ലയിലാണ് കുണ്ടറ. ഇനി പുനലൂർ, കൊല്ലം ജില്ലയിലെ തന്നെ മറ്റൊരു പ്രദേശമാണ് പുനലൂർ. ഫസ്റ്റ് പേപ്പർ മിൽ ഇൻ കേരള വാസ് എസ്റ്റാബ്ലിഷ്ഡ്. കേരളത്തിലെ ആദ്യത്തെ പേപ്പർ മില്ല് ആരംഭിച്ചത് എവിടെയാണെന്ന് ചോദ്യം വരാറുണ്ട്. അത് പുനലൂരിലാണ്. ഹോട്ടസ്റ്റ് പ്ലേസ് ഇൻ കേരള, കേരളത്തിലെ ഏറ്റവും കൂടുതൽ ചൂടനുഭവപ്പെടുന്ന പ്രദേശം ഏതാണെന്ന് ചോദിച്ചാൽ അതും പുനലൂര് തന്നെയാണ്. ഓൾഡസ്റ്റ് ഹാങ്ങിങ് ബ്രിഡ്ജ് ഇൻ കേരള ഈസ് അറ്റ് പുനലൂർ. കേരളത്തിലെ ഏറ്റവും പഴക്കം ചെന്ന തൂക്കുപാലം സ്ഥിതി ചെയ്യുന്നത് പുനലൂരിലാണ്. ഇനി അടുത്ത ഓപ്ഷനിൽ കൊടുത്തിട്ടുള്ളത് ചാവറ എന്ന സ്ഥലമാണ്. കേരള മിനറൽസ് ആൻഡ് മെറ്റൽസ് ലിമിറ്റഡ് KMML എന്ന ഫാക്ടറി സ്ഥിതി ചെയ്യുന്നത്, KMML അഥവാ കേരള മിനറൽസ് ആൻഡ് മെറ്റൽസ് ലിമിറ്റഡ് സ്ഥിതി ചെയ്യുന്നത് കൊല്ലം ജില്ലയിലെ ചാവറയിലാണ്. അടുത്ത ചോദ്യം, ദ ഫസ്റ്റ് ഫാസ്റ്റ് ട്രാക്ക് കോർട്ട് ഇൻ കേരള വാസ് സ്റ്റാർട്ടഡ് അറ്റ്. ഓപ്ഷൻസ്: കൊട്ടാരക്കര, കോട്ടയം, തൃശ്ശൂർ, കായംകുളം. കേരളത്തിലെ ആദ്യത്തെ ഫാസ്റ്റ് ട്രാക്ക് കോടതി നിലവിൽ വന്നത് എവിടെയാണെന്നാണ് ചോദ്യം. ശരിയായിട്ടുള്ള ഉത്തരം ഓപ്ഷൻ ബി, കോട്ടയം. കോട്ടയത്താണ് കേരളത്തിലെ ആദ്യത്തെ ഫാസ്റ്റ് ട്രാക്ക് കോർട്ട്, അതിവേഗ കോടതി നിലവിൽ വന്നത് കോട്ടയത്താണ്. ഓർത്തു വയ്ക്കുക, കേരളത്തിലെ ആദ്യത്തെ അതിവേഗ കോടതി അഥവാ ഫാസ്റ്റ് ട്രാക്ക് കോർട്ട് നിലവിൽ വന്നത് കോട്ടയം. ഇനി ഫസ്റ്റ് അബ്കാരി കോർട്ട് ഇൻ കേരള എന്ന് ചോദ്യം വരാറുണ്ട്. കൊട്ടാരക്കരയിലാണ് കേരളത്തിലെ ആദ്യത്തെ അബ്കാരി കോടതി നിലവിൽ വന്നത്. അതും ഒന്ന് ഓർത്തു വയ്ക്കുക. അടുത്ത ചോദ്യം, ഫസ്റ്റ് ടോട്ടൽ ബാങ്കിങ് ഡിസ്ട്രിക്റ്റ് ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ബാങ്കിങ് ജില്ല. ഓപ്ഷൻസ്: കോഴിക്കോട്, പാലക്കാട്, എറണാകുളം, തിരുവനന്തപുരം. ഇതിൽ ഫസ്റ്റ് ടോട്ടൽ ബാങ്കിങ് ഡിസ്ട്രിക്റ്റ് ഇൻ ഇന്ത്യ, ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ സമ്പൂർണ്ണ ബാങ്കിങ് ജില്ല ഏതാണെന്നാണ് ചോദ്യം. ശരി ഉത്തരം ഓപ്ഷൻ ബി, പാലക്കാട്. പാലക്കാടാണ് ശരിയായിട്ടുള്ള ഉത്തരം. ഫസ്റ്റ് ടോട്ടൽ ബാങ്കിങ് ഡിസ്ട്രിക്റ്റ് ഇൻ ഇന്ത്യ പാലക്കാട്. ഇനി മറ്റുള്ള ജില്ലകളുടെ പ്രത്യേകതകൾ കൂടി നമുക്ക് നോക്കാം. ഓപ്ഷൻ എയിൽ കോഴിക്കോട് ജില്ലയെക്കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത്. ഫസ്റ്റ് പ്ലാസ്റ്റിക് ഫ്രീ ഡിസ്ട്രിക്റ്റ് ഇൻ കേരള. കേരളത്തിലെ ആദ്യത്തെ പ്ലാസ്റ്റിക് വിമുക്ത ജില്ല ഏതാണെന്ന് ചോദിച്ചാൽ അത് കോഴിക്കോടാണ്. ഫസ്റ്റ് ഹങ്കർ ഫ്രീ സിറ്റി ഇൻ കേരള. കേരളത്തിലെ ആദ്യത്തെ വിശപ്പ് രഹിത നഗരം. അതുപോലെ തന്നെ ഫസ്റ്റ് ലിറ്റർ ഫ്രീ സിറ്റി ഇൻ കേരള. കേരളത്തിലെ ആദ്യത്തെ
ചവർ-രഹിത നഗരം, അതെല്ലാം തന്നെ കോഴിക്കോടിന് ഉള്ളതാണ്. കോഴിക്കോടാണ് അതിൻ്റെ ഉത്തരമായിട്ട് വരുന്നത്. ഇങ്ങനെയൊക്കെ ചോദ്യങ്ങൾ വരാറുണ്ട്. അടുത്തത് എറണാകുളം ജില്ല. ഫസ്റ്റ് ഫുള്ളി ലിറ്ററേറ്റഡ് ഡിസ്ട്രിക്റ്റ് ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ സാക്ഷരത നേടിയ ജില്ല ഏതാണെന്ന് ചോദിച്ചാൽ എറണാകുളമാണ്. ഓർത്തു വയ്ക്കുക. ആദ്യത്തെ സമ്പൂർണ്ണ സാക്ഷരത നഗരമാണ് കോട്ടയം. ഇവിടെ ജില്ല ഏതാണെന്ന് ചോദിച്ചാൽ അത് എറണാകുളം ജില്ലയാണ്. സമ്പൂർണ്ണ സാക്ഷരത നേടിയ ഇന്ത്യയിലെ തന്നെ ഏറ്റവും ആദ്യത്തെ ജില്ല എറണാകുളം ജില്ല. ഫസ്റ്റ് ചൈൽഡ് ഫ്രണ്ട്ലി ഡിസ്ട്രിക്റ്റ് ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ ആദ്യത്തെ ചൈൽഡ് ഫ്രണ്ട്ലി ഡിസ്ട്രിക്റ്റ് ഏതാണെന്ന് ചോദിച്ചാൽ അത് എറണാകുളമാണ്. തിരുവനന്തപുരത്തിനെ കുറിച്ച് വരാവുന്നത് ഫസ്റ്റ് ടെക്നോ പാർക്ക് ഇൻ ഇന്ത്യ വാസ് ലോഞ്ച്ഡ് അറ്റ് തിരുവനന്തപുരം. ഇന്ത്യയിലെ ആദ്യത്തെ ടെക്നോ പാർക്ക് നിലവിൽ വന്നത് തിരുവനന്തപുരമാണ്. തിരുവനന്തപുരത്തെ കഴക്കൂട്ടം എന്ന സ്ഥലത്താണ് സ്ഥിതി ചെയ്യുന്നത്. കഴക്കൂട്ടം ടെക്നോ പാർക്ക് എവിടെയാണെന്ന് ചോദിച്ചാൽ കഴക്കൂട്ടത്താണ്. ഇൻഫോ പാർക്ക് എവിടെയാണെന്ന് ചോദിച്ചാൽ അത് കാക്കനാടാണ്. കാക്കനാട് അല്ലെങ്കിൽ കൊച്ചിയിലാണ് ഇൻഫോ പാർക്ക് സ്ഥിതി ചെയ്യുന്നത്. ആദ്യത്തെ ടെക്നോ പാർക്ക് എവിടെയാണെന്ന് ചോദിച്ചാൽ അത് തിരുവനന്തപുരം. അടുത്ത ചോദ്യം, ഹെഡ്ക്വാർട്ടേഴ്സ് ഓഫ് കേരള സ്റ്റേറ്റ് ഹാൻഡ്ലൂം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ. ഓപ്ഷൻസ് തിരുവനന്തപുരം, കണ്ണൂർ, തൃശ്ശൂർ, കൊച്ചി. കേരള സ്റ്റേറ്റ് ഹാൻഡ്ലൂം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ്റെ ആസ്ഥാനം എവിടെയാണെന്നാണ് ചോദ്യം. ശരി ഉത്തരം ഓപ്ഷൻ ബി, കണ്ണൂർ. കണ്ണൂരിലാണ് കേരള സ്റ്റേറ്റ് ഹാൻഡ്ലൂം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ. ഹാൻഡ്ലൂം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം കൈത്തറി, അതുമായി ബന്ധപ്പെട്ട ഒരു കോർപ്പറേഷൻ സ്ഥിതി ചെയ്യുന്നത് കണ്ണൂരിലാണ്. ഹാൻഡ് വീവിൻ്റെ ആസ്ഥാനം എവിടെയാണെന്ന് ചോദിച്ചാൽ അതും കണ്ണൂർ തന്നെയാണ്. ഇനി ഹാൻഡെക്സിൻ്റെ ആസ്ഥാനം ചോദിച്ചാൽ അത് തിരുവനന്തപുരമാണ്. ഹാൻഡെക്സ് തിരുവനന്തപുരം, ഹാൻഡ് വീവ് കണ്ണൂർ. അത് ചോദ്യം വന്നിട്ടുള്ളതാണ്, ഓർത്തു വയ്ക്കുക. കേരള സ്റ്റേറ്റ് ഹാൻഡ്ലൂം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ്റെ ആസ്ഥാനം കണ്ണൂരാണ്. ഇനി മറ്റു ഓപ്ഷനുകൾ നമുക്ക് നോക്കാം. ഹെഡ്ക്വാർട്ടേഴ്സ് തന്നെ ചോദ്യം വരികയാണെങ്കിൽ തിരുവനന്തപുരം. കേരള പോലീസിൻ്റെ ആസ്ഥാനം തിരുവനന്തപുരത്താണ്. കേരള PSC, മിൽമ, കേരള ഫിലിം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ, ഇങ്ങനെ ഒരുപാട് ആസ്ഥാനങ്ങൾ കൂടുതലായിട്ടുമുള്ളത് തിരുവനന്തപുരത്താണ്. കേരള പോലീസ്, കേരള PSC, മിൽമ, കേരള ഫിലിം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ. നമ്മുടെ കേരളത്തിൻ്റെ തലസ്ഥാനം എന്നറിയപ്പെടുന്നത് തിരുവനന്തപുരത്താണ്. ഭരണസിരാകേന്ദ്രം, സെക്രട്ടേറിയറ്റ് ഒക്കെ സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരത്താണ്. അടുത്തത് തൃശ്ശൂർ ഹെഡ്ക്വാർട്ടേഴ്സ് ആയിട്ട് വരുന്നത്. തൃശ്ശൂർ ഹെഡ്ക്വാർട്ടേഴ്സ് കേരള സാഹിത്യ അക്കാദമിയുടെ ആസ്ഥാനം, അതുപോലെ കേരള സംഗീത നാടക അക്കാദമി, കേരള ലളിതകലാ അക്കാദമി, ഇതിൻ്റെ എല്ലാം ആസ്ഥാനങ്ങൾ ചോദിച്ചാൽ അത് അതിൻ്റെ ഉത്തരമായിട്ട് വരുന്നത് തൃശ്ശൂരാണ്. തൃശ്ശൂർ ആണ് കേരള സാഹിത്യ അക്കാദമി, കേരള സംഗീത നാടക അക്കാദമി, കേരള ലളിതകലാ അക്കാദമി ഇവയുടെ എല്ലാം ആസ്ഥാനം. അടുത്തത് കൊച്ചി ആസ്ഥാനമായിട്ട് വരുന്നത് കോക്കനട്ട് ഡെവലപ്മെൻറ്റ് ബോർഡ്, നാളികേര വികസന ബോർഡിൻ്റെ ആസ്ഥാനം എവിടെയാണെന്ന് ചോദ്യം വരാറുണ്ട്. അതുപോലെ കേരള സ്റ്റേറ്റ് സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ, സപ്ലൈകോ എന്നറിയപ്പെടുന്ന കേരള സ്റ്റേറ്റ് സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ്റെ ആസ്ഥാനം സദേൺ നേവൽ കമാൻഡ്, ദക്ഷിണ നാവിക കമാൻഡിൻ്റെ ആസ്ഥാനം ഒക്കെ എവിടെയാണെന്ന് ചോദിച്ചാൽ അത് കൊച്ചിയിലാണ്. അടുത്ത ചോദ്യം, ആഢ്യൻപാറ വാട്ടർഫോൾസ് ഈസ് സിറ്റുവേറ്റഡ് ഇൻ. ഓപ്ഷൻസ് കോഴിക്കോട്, മലപ്പുറം, പത്തനംതിട്ട, ഇടുക്കി. ആഢ്യൻപാറ വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണെന്നാണ് ചോദ്യം. ശരി ഉത്തരം മലപ്പുറം ജില്ലയിലാണ് ആഢ്യൻപാറ വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത്. ഇനി മറ്റു ചില വെള്ളച്ചാട്ടങ്ങൾ നമുക്ക് നോക്കാം. കോഴിക്കോട് ജില്ലയിലുള്ള വെള്ളച്ചാട്ടങ്ങളാണ് തുഷാരഗിരി, വെള്ളാരിമല. തുഷാരഗിരി ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്ത് വയ്ക്കുക. തുഷാരഗിരി വാട്ടർഫോൾസ് എവിടെയാണെന്ന് മുൻപ് ഒരു പരീക്ഷയിൽ ചോദിച്ചിട്ടുള്ളതാണ്. കോഴിക്കോട് ജില്ലയിലാണ് തുഷാരഗിരി, അതുപോലെ വെള്ളാരിമല. പത്തനംതിട്ട ജില്ലയിലെ പ്രധാനപ്പെട്ട വെള്ളച്ചാട്ടമാണ് പെരുന്തേനരുവി. ഇതും ചോദ്യം വരാറുള്ളതാണ്. പെരുന്തേനരുവി വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് പത്തനംതിട്ട. ഇടുക്കി ജില്ലയിലാണ് ചീയപ്പാറ, തൂവാനം, തൊമ്മൻകുത്ത്, കുത്തുങ്കൽ ഒക്കെ ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. ചീയപ്പാറ വെള്ളച്ചാട്ടം, തൂവാനം വെള്ളച്ചാട്ടം, തൊമ്മൻകുത്ത് വെള്ളച്ചാട്ടം, അതുപോലെ കുത്തുങ്കൽ വെള്ളച്ചാട്ടം ഇതെല്ലാം തന്നെ ഇടുക്കി ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. കൊല്ലം ജില്ലയിൽ പാലരുവി വെള്ളച്ചാട്ടം എവിടെയാണെന്ന് ചോദ്യം വരാറുണ്ട്. അത് കൊല്ലം ജില്ലയിലാണെന്നുള്ളതും ഓർത്തു വയ്ക്കുക. പെരുന്തേനരുവി, അരുവി അവസാനിക്കുന്ന 2 എണ്ണം നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരാം. പത്തനംതിട്ട കുറച്ച് ലോങ് ആയിട്ടുള്ള വാക്കാണ്, അതുപോലെ തന്നെ പെരുന്തേനരുവിയും അതുപോലെ അതിനോട് സാദൃശ്യമുള്ളൊരു നീളത്തിലുള്ളൊരു വാക്കാണ്. അപ്പോൾ അങ്ങനെ ഓർത്തു വയ്ക്കുക. പത്തനംതിട്ട പെരുന്തേനരുവി, കൊല്ലം പാലരുവി.
അപ്പോൾ ഇന്ന് നമ്മൾ പഠിച്ച ചോദ്യങ്ങൾ എന്തൊക്കെയാണ്? ആദ്യത്തെ ചോദ്യം, ദ ഹൈലി റേഡിയേറ്റഡ് പ്ലേസ് ഇൻ കേരള. ശരി ഉത്തരം കരുനാഗപ്പള്ളി. ദ ഫസ്റ്റ് ഫാസ്റ്റ് ട്രാക്ക് കോർട്ട് ഇൻ കേരള വാസ് സ്റ്റാർട്ടഡ് അറ്റ്. ഓപ്ഷൻ ബി കോട്ടയം ആണ് ശരിയായിട്ടുള്ള ഉത്തരം. ഫസ്റ്റ് ടോട്ടൽ ബാങ്കിങ് ഡിസ്ട്രിക്റ്റ് ഇൻ ഇന്ത്യ പാലക്കാട്. ഹെഡ്ക്വാർട്ടേഴ്സ് ഓഫ് കേരള സ്റ്റേറ്റ് ഹാൻഡ്ലൂം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ കണ്ണൂർ. അടിൻപാറ വാട്ടർഫോൾസ് ഈസ് സിറ്റുവേറ്റഡ് ഇൻ മലപ്പുറം. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാ കൂട്ടുകാർക്കും ഉപകാരപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടെങ്കിൽ കൂടുതൽ കൂട്ടുകാരുമായിട്ട് ഷെയർ ചെയ്യണം. അതുപോലെ നിങ്ങൾ ആദ്യമായിട്ടാണ് PSC 360യുടെ ഈ വീഡിയോ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഏറ്റവും പുതിയ നോട്ടിഫിക്കേഷൻ ഏറ്റവും ആദ്യം ലഭിക്കുന്നതിനായിട്ട് തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. എങ്കിൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ക്ലാസ്സുകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയുള്ളൂ. അതുപോലെ PSC 360യുടെ മറ്റു കമ്മ്യൂണിറ്റികളിൽ അംഗമാകുന്നതിന് വേണ്ടി ഇവിടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്, ലിങ്കുകൾ നൽകിയിട്ടുണ്ട്. ടെലിഗ്രാം ചാനൽ, അതുപോലെ തന്നെ വാട്സപ്പ് ഗ്രൂപ്പ്, ഫേസ്ബുക്ക് പേജ്, ഇതിൻ്റെ എല്ലാം ലിങ്കുകൾ താഴെ നൽകിയിട്ടുണ്ട്. അപ്പോൾ അതിൽ അംഗമാകുന്നതിനായിട്ട് അത് ഫോളോ ചെയ്യുക. അതുപോലെ വാട്സപ്പ് ഗ്രൂപ്പിൽ അംഗമാകുന്നതിനായിട്ട് അതിലേക്ക് ജോയിൻ എന്ന് മെസ്സേജ് ചെയ്യുക. ഇനി അൺഅക്കാദമി എന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ ഓൺലൈൻ ലേണിംഗ് പ്ലാറ്റ്ഫോമിൽ ഞാൻ ക്ലാസ്സുകൾ എടുക്കുന്ന സുധീഷ് രാഘവൻ എന്ന പേരിലാണ്. ഏറ്റവും കൂടുതൽ ക്ലാസ്സുകളും അൺഅക്കാദമിയിലാണ് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഫോളോ ചെയ്യുക. എല്ലാവരുടെയും വിലപ്പെട്ട സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു.